ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനും ശ്രീകലയും കൂടെ ലാലി എന്ന് പറയുന്ന ഒരു പെൺകുച്ചിനെ കൂടെ ഇറക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ധർമ്മൻ്റെ കയ്യിരിക്കുന്ന സ്വത്തും പണവും ഒക്കെ പിടിച്ച് വാങ്ങാനുള്ള പണിയാണ്. അപ്പോൾ അതെല്ലാം ആ ലാലിയോട് കാര്യങ്ങൾ പറയാം. അവളാണെങ്കിൽ വലിയൊരു തട്ടിപ്പുകാരിയാണ്. കുറേ നാളൊരിടത്ത് ഡോക്ടർ എന്ന് പറഞ്ഞ് വ്യാജ ഡോക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ ജോലികളില്ല, അവിടെ ഇവിടെയും പല മേഖലകളിൽ കള്ളത്തരം പറഞ്ഞിട്ട് പൈസ തട്ടിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനൊരു അവസരം വന്നാൽ അവൾ വെറുതെ വിടും. അപ്പോൾ ഇവിടെ വന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉദയഭാനു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ കൂടുതൽ കാര്യങ്ങളൊന്നും നീ ടെൻഷൻ ആവണ്ട, ഞങ്ങൾ പറയുന്ന പോലെ മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ ഹോട്ടലും ഈ പെൺകുട്ടിയും തമ്മിൽ എന്താ ബന്ധം? അപ്പോഴാണ് ഉദയഭാനു നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നത്. സ്വന്തം മോളുടെ കാര്യമാണെന്ന് മാത്രം മറച്ചു വെക്കുക കേട്ടോ. ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ പെൺകുട്ടിയായിട്ട് നീ അങ്ങ് നന്നായിട്ട് അഭിനയിച്ചോളണം. പിന്നെ അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ശരി ഞാൻ അഭിനയിക്കാം, പക്ഷേ എനിക്ക് എന്ത് തരും നിങ്ങൾ? ഓ, നിനക്ക് എന്ത് തരണം? അല്ല, കിട്ടുന്നതിൽ പകുതി ആ പടം എന്തെങ്കിലും ആയിരിക്കും കിട്ടുന്നത്. അല്ല, നിങ്ങളെന്താ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുക. ഒരൊറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. റിസപ്ഷനിൽ പങ്കെടുക്കുന്നു, പണം വാങ്ങുന്നു, പോരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു 75,000 രൂപ ഇങ്ങനെ തന്നേര്. അയ്യോ ലാലി, അത് ഇച്ചിരി കൂടുതലല്ലേ, ആകെ 1.5 ലക്ഷം രൂപയെ കിട്ടത്തുള്ളൂ. പകുതി നിനക്ക് തരുവാന്ന് വെച്ചാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഒരു 50,000 രൂപ തരാം. അതുപോലെ ലാലി സമ്മതിക്കണം പ്ലീസ്. ഓ, ഒരു നല്ല കാര്യത്തിനല്ലേ, ഒന്ന് സമ്മതിക്കില്ല ലാലി. എന്നാൽ പിന്നെ ശരി, അഡ്വാൻസ് അഡ്വാൻസ് റിസപ്ഷനിൽ നിന്ന് തരാം. അത് പറ്റില്ല, അഡ്വാൻസ് ഇപ്പം തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ ഈ ജോലി ഏൽക്കില്ല. ഓ, അങ്ങനെ അത്ര അത്യാവശ്യമാണോ നിനക്ക് അഡ്വാൻസ്? അതെ, എന്നാൽ പിന്നെ ഈ മാല ഊരിത്തരാം. അയ്യോ, മാലയൊന്നും എനിക്ക് വേണ്ട, അതെനിക്ക് ചൊറിയും. ഓ, അപ്പം മനസ്സിലായല്ലേ. ഉടായിപ്പൊന്നും എൻ്റെ അടുത്ത് കാണിക്കണ്ട, അഡ്വാൻസ് തന്നാൽ നമുക്ക് മുന്നോട്ട് പോവാം. എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ലാലിക്ക് കൊടുത്തിട്ട് എന്നാ കൊണ്ടുപോയി തിന്ന് എന്ന് പറയാം. അത് എണ്ണിയെല്ലാം നോക്കുക, കള്ളനോട്ടൊന്നും അല്ലല്ലോ അല്ലേ? എൻ്റെ പൊന്നു ലാലി, ചതിയിൽ ഞാൻ വഞ്ചന കാണിക്കുമോ? ഇല്ലല്ലോ. നിങ്ങളായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്നൊക്കെ പറയാം. എന്നിട്ട് സിമ്മൊക്കെ ഫോണിൽ മാറ്റിയിട്ട് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ ആ പെൺകൊച്ചിൻ്റെ അടുത്ത്. കാരണം വേറെ സിമ്മിൽ നിന്ന് വിളിക്കുകയാണ്. ആ കൊച്ചിൻ്റെ ഫോൺ നമ്പർ അങ്ങോട്ട് ഇട്ടിട്ട് അതിന് ധർമ്മനെ വിളിക്കുക കേട്ടോ. എന്നിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉദയഭാനു. അതുപോലെ ആ കൊച്ച് വിളിക്കുന്നുണ്ട് ലാലി. അയ്യോ, ഞാനാണ് അവിടെ നിന്ന് ജോലിക്കാരി, അയ്യോ എന്ത് പറ്റി ജോലി നിർത്തി പോവാനെന്നൊക്കെ ധർമ്മൻ ചോദിക്കുന്നുണ്ട്. ഒത്തിരി ഞാൻ ട്രൈ ചെയ്തിരുന്നു, നമ്മളെല്ലാവരും ട്രൈ ചെയ്തിരുന്നു, കിട്ടിയിരുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നില്ലേ. അപ്പോൾ ധർമ്മൻ ആ കൊച്ചിൻ്റെ ഫോൺ കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ സന്തോഷമാവും കേട്ടോ. അപ്പോൾ ധർമ്മൻ പറയാനുണ്ട്, ഇപ്പം ഞാൻ ഫോൺ ഓണാക്കിയപ്പോൾ ഒത്തിരി മെസ്സേജൊക്കെ കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ചോദിക്കുക. അല്ല, ഞാനെന്ന് അവിടെ ലോഡും കൊണ്ട് വന്നില്ലേ നീ ഹോട്ടലിൽ നിന്ന സമയത്ത്, നിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അമ്മയ്ക്കൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ കുട്ടി എന്താ ഇപ്പോൾ ജോലിയൊക്കെ വിട്ടതെന്ന് ചോദിക്കുക. അല്ല, വീട്ടിൽ എല്ലാവരെയും നോക്കണം, പിന്നെ എനിക്ക് ജോലിക്ക് പോകണം, എല്ലാം കൂടെ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അമ്മയുടെ ചികിത്സക്കുള്ള പണമൊക്കെ എന്തി? അതൊന്നും എനിക്ക് പറ്റുന്നില്ല, എനിക്കറിയില്ല, ദൈവം എന്തിനാണ് ഞങ്ങളെ ശിക്ഷിക്കണമെന്ന് അറിയില്ല എന്നും പറഞ്ഞാൽ ആ കൊച്ചുങ്ങൾക്ക് അറിയാട്ടോ. പാവം ധർമ്മൻ ഇതെല്ലാം വിശ്വസിച്ചിട്ട് പറയുന്നുണ്ട്, സങ്കടപ്പെടേണ്ട കേട്ടോ, എല്ലാത്തിനും വഴിയുണ്ടാവും. എൻ്റെ മുന്നിലുള്ള വഴികളെല്ലാം അടഞ്ഞു. ഇല്ലെന്നേ, ഒരു വഴി അടഞ്ഞിട്ടില്ല. കുട്ടിയെ ഞാൻ വിളിച്ചതും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതും ഒക്കെ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുട്ടിയെ സഹായിക്കാൻ പറ്റും. എനിക്ക് മനസ്സിലായില്ല. അല്ല, എൻ്റെ കല്യാണമാണ് വരുന്നത്, കല്യാണ റിസപ്ഷനിൽ കുട്ടി പങ്കെടുക്കണം, കല്യാണത്തിന് പങ്കെടുത്തെങ്കിൽ റിസപ്ഷനിലെങ്കിലും വരണം. പിന്നെ അന്ന് നമുക്ക് എന്തെങ്കിലും വേണ്ടതുപോലെയെല്ലാം ചെയ്യാം. ഇല്ല സാറ്, എൻ്റെ കാര്യങ്ങളൊക്കെ സാറിന് അറിയാമല്ലോ, അതൊന്നും സാരമില്ല, പക്ഷേ കല്യാണത്തിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അന്ന് വരണം, റിസപ്ഷൻ വരണം. അതിനൊരു കാരണമുണ്ട്, അന്ന് എനിക്ക് കിട്ടുന്ന സംഭാവന മുഴുവൻ കുട്ടിക്ക് തരാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുക കേട്ടോ. അപ്പം തന്നെ ഉടനെ തിരിഞ്ഞ് നമ്മുടെ ഉദയഭാനുവിനൊക്കെ നോക്കുന്നുണ്ട്. ഉദയഭാനു പറയണമെന്ന് വെച്ചാൽ ഈ പെങ്കുച്ചിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ 1.5 ലക്ഷം രൂപ കിട്ടത്തുള്ളൂന്ന്. പക്ഷേ ധർമ്മം പറയുന്നത് അന്ന് കിട്ടുന്ന സംഭാവന മുഴുവനും ഞാൻ കൊടുക്കുമെന്ന്. അപ്പോഴും വീണ്ടും ഉദയഭാനുവിൻ്റെ ഉടായ്പൊക്കെ വീണ്ടും മനസ്സിലായി. അപ്പം ഉടനെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സാറിനോട് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് കരയാനുള്ള ഭാവത്തിലൊക്കെ നിൽക്കുക കേട്ടോ. അതോടുകൂടി ഭയങ്കരമായിട്ട് ധർമ്മൻ അതെല്ലാം വിശ്വസിക്കുന്നു കേട്ടോ. പാവം. ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ ഡീലിങ്സൊക്കെ ഉറപ്പാക്കി. അത് കഴിഞ്ഞ് നമ്മൾ അലോക് ആ രാത്രി അനുമോള് ഫോണിൽ വിളിക്കുന്നു കേട്ടോ. അപ്പോൾ അനുമോള് പറയാം, എന്തിനാണ് ഇപ്പോൾ വിളിച്ചത്? എനിക്ക് നിന്നെ സൗണ്ട് കേൾക്കണം തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത്. ഇവിടെ മീനാക്ഷി ചേച്ചിക്ക് ചെറിയ സംശയമൊക്കെ തോന്നിയിട്ടുണ്ട്. ഓ, നിൻ്റെ ഒരു മീനാക്ഷി ചേച്ചി, അവളെ പോകാൻ പറ. അവൾ ആരാ? അവളെ ഓഫീസിൽ കുറേ പണിയൊക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടട്ടെ. ഓ, മീനാക്ഷി ചേച്ചി കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഉള്ളതുപോലെ പറയും, അതിരേ ഉള്ളൂ, ആൾ പാവാം എന്ന് അലോക് പറയട്ടോ. അലോക് പറ, എന്തിനാണ് വിളിച്ചത്? അമ്മ ഇപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഇങ്ങോട്ട് വരും. അമ്മയ്ക്ക് ഇപ്പോൾ ഒരുവിധം സംശയമൊക്കെ മാറിയിരിക്കുക, വെറുതെ എന്തിനാണ് നമ്മൾ സംശയം കൊടുക്കുന്നത്? നാളെ റിസപ്ഷൻ ആണല്ലോ ധർമ്മൻ മാമൻ്റെ. നമുക്ക്
എന്തായാലും നാളത്തെ റിസപ്ഷൻ നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കണം മാറിയിരുന്ന്. അയ്യോ, അവിടെ മുഴുവനും ക്യാമറ കണ്ണുകളായിരിക്കും. വെറുതെ അമ്മയ്ക്ക് സംശയം കൊടുക്കണോ? അനു, ഞാനൊരു കാര്യം പറയാം. കൊച്ചിൻ്റെ കല്യാണത്തിന് ഞാൻ കാണുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ? കല്യാണമൊന്നുമല്ല എൻ്റെ മനസ്സിൽ, തന്നെ കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ കല്യാണം. അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ല. എന്തായാലും ഈ പ്രണയത്തിനൊക്കെ ഒരു ലോജിക്കുണ്ട്. എന്താണെന്നറിയോ? അത് തുടങ്ങുന്നത് എവിടെ വെച്ചാണെന്നറിയോ? ഒന്നീ ഉത്സവങ്ങളിൽ, വല്ല കല്യാണങ്ങളിൽ, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളില്ല. അതുപോലെ എനിക്ക് തന്നെ കണ്ടേ പറ്റുള്ളൂ. പിന്നെ സാഹചര്യം ഉണ്ടെങ്കിൽ താൻ എൻ്റെ അടുത്തേക്ക് വരണം. അവിടെ ആകുമ്പോൾ നമുക്കിരുന്ന് സംസാരിക്കാനൊക്കെ ഒത്തിരി ലോഞ്ചുകളൊക്കെ കാണുമല്ലോ. നമുക്ക് അങ്ങോട്ടൊക്കെ പോയിരുന്ന് സംസാരിക്കാം. ശരി. പിന്നെ റിസോർട്ടിലല്ലേ റിസപ്ഷൻ. അപ്പോൾ നമുക്ക് കുറേ സമാധാനമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കാം. ഓ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഒന്നും പേടിക്കണ്ട, എന്നാലും ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങനെ അവർ തമ്മിൽ ഫോൺ വെക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അച്യുതനും രാജശ്രീയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജശ്രീ പറഞ്ഞത്, ഇതിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോയാലൊന്നും പറ്റത്തില്ല. പിന്നെ നാളെ ഇങ്ങനെ പോയാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോമതിയുടെ കയ്യിലിരിക്കുന്ന സ്വത്തും പണവും ഒക്കെ നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ ഈ അനുമോളെ നീ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ. അനുശ്രീയുടെ കാര്യത്തിൽ നീ എന്തെങ്കിലും തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടോ? അലോകെ ഇന്നും നാളെ മറ്റന്നാളെന്ന് പറഞ്ഞ് എത്ര ദിവസമായി അന്തവും കുന്തവും ഇല്ലാതെ നീങ്ങുന്നത് എന്ന് പറയുമ്പോൾ വീണ്ടും രാജശ്രീ പറയണ്ട, ഇങ്ങനെ ഇത് നടക്കൂലെങ്കിൽ ഇത് വിട്ടേക്ക്, നമുക്ക് വേറെ ഏതെങ്കിലും ആലോചന നോക്കാം, അതാ നല്ലത്. അപ്പോൾ അലോക് പറയേണ്ടത്, അമ്മ എന്നെ എങ്ങനെ വിപ്രാളപ്പെടുത്തല്ലേ? ഞാൻ അവളോട് സംസാരിച്ചു. റിസപ്ഷൻ സമയത്ത് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത ഉണ്ടാക്കണം. ഗോമതിയെ നമ്മളെ വശത്തേക്ക് ആക്കണമെങ്കിലും ഈ സ്വത്തുക്കളെല്ലാം നമ്മുടെ ആക്കണമെങ്കിലേ ഈ കല്യാണം മാത്രമേ ഒരു പിടിവള്ളിയായിട്ടുള്ളൂ. പിന്നെ ഈ വിൽപ്പത്രത്തിൻ്റെ കാര്യം വല്ലതും ഗോമതി അറിഞ്ഞാൽ പെട്ടിയും കിടക്കിയായിട്ട് നമുക്കങ്ങ് ഇറങ്ങാം. എല്ലാം എനിക്കറിയാമല്ലോ അച്ഛാ. എന്തായാലും ഞാൻ അനുവിനോട് സംസാരിച്ചിട്ടുണ്ട്. അവൾ വീട്ടിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണത്തെക്കുറിച്ച്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നീ എന്തിനാ അതൊക്കെ പറയാൻ പോയത്? അവൾ പറഞ്ഞ ഉടനെ ഇപ്പം നിന്നെ കല്യാണം കഴിപ്പിച്ച് തരുമെന്നാണ് പറയുന്നത്. കാര്യം അറിഞ്ഞുണ്ടല്ലോ. നീയും അനുശ്രീയുമായിട്ട് പ്രേമമൊന്നുമല്ല അറിഞ്ഞാലേ ബാല ഇങ്ങോട്ട് വന്ന് ഈ വീടിന് തീയിടും. അറിയോ നിനക്ക്? ബാലൻ ജീവിക്കുന്നത് തന്നെ നമ്മളെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിടയ്ക്കാണ് എല്ലാവരും അറിഞ്ഞും കൊണ്ടൊരു കല്യാണം. അപ്പോൾ ഉണ്ട് രാജശ്രീ, അച്ചോട്ടാ ഒന്ന് മനസ്സ് വിടാതെ തന്നെ അവരെ വിഷമിപ്പിക്കാതെ നീ ഒരു സമാധാനം ചെയ്യും. നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാം. നാളെ റിസപ്ഷൻ സമയത്ത് എല്ലാവരും കാണുമല്ലോ. നീ എനിക്കൊരു സിഗ്നൽ തന്നാൽ മതി. ആ സമയത്ത് നിങ്ങൾ തമ്മിൽ കാണുന്ന സമയത്ത് ഞാനും അങ്ങോട്ട് വരാം. എന്തായാലും ധർമ്മൻ്റെ വിവാഹം കഴിഞ്ഞാൽ അതേ മണ്ഡപത്തിൽ തയ്യിരുത്തി നിങ്ങളുടെ വിവാഹം നടത്തും ഞാൻ, ഉറപ്പ്. എന്തായാലും 2 ദിവസം കൊണ്ട് എനിക്ക് സമാധാനം താ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ അവരും തീരുമാനിക്കാം കേട്ടോ. അന്ന് രാത്രി ധർമ്മൻ്റെ വക നല്ലൊരു പാർട്ടി കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ ദേവമംഗലത്ത് പൊറോട്ടയും ചിക്കനും ബിയറും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ കൂടെ ആനന്ദ് അങ്ങോട്ട് ഫിറ്റായി. അപ്പോൾ ആനന്ദ് പറയാണ്, എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്, എനിക്ക് നിങ്ങളോടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാവരും അറിയണം എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് തുടങ്ങി. അപ്പോൾ എല്ലാവരും കൂടെ പറയാം, അയ്യോ ആനന്ദേട്ടാ ഓവറാക്കല്ലേ, ഫിറ്റായോ? ഞാൻ ഫിറ്റൊന്നുമല്ല, പക്ഷേ ഞാൻ പറയാനുള്ളത് എനിക്ക് പറഞ്ഞേ പറ്റൂ. എൻ്റെ മനസ്സിലിരുന്നത് ഉരുകുന്ന കാര്യം എനിക്ക് തുറന്ന് പറയണം എന്നൊക്കെ പറയാം. എത്രയോ ദിവസം കൊണ്ട് ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചിരിക്കുന്നതറിയോ? എനിക്കിന്ന് വയ്യ, നിങ്ങളെല്ലാവരും അറിയണം, അറിഞ്ഞേ പറ്റൂ. ഞാൻ പറയാം. അതാരാന്നറിയോ? എന്താണെന്നറിയോ? ഈ ഇരിക്കുന്ന ദേവിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോയി ദേവിയും പിടിച്ചുകൊണ്ട് വന്ന് ആ സെറ്റിയിലേക്ക് ഇരുത്തുകയാണ് കേട്ടോ. അപ്പോൾ ദേവി പേടിച്ച് വിറയ്ക്കുകയാണ്. കള്ള് കുടിച്ചതിന് ആ ഒരു അബോധാവസ്ഥയിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്നെല്ലാം പറഞ്ഞിട്ട് പറയാം. ഞാൻ കണ്ടത് സ്വർണ്ണമാണെന്ന് ഞാൻ വിചാരിച്ചെല്ലാം വെറും മുക്ക് പണ്ടമായി പോയല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ. എന്നിട്ട് വീണ്ടും ദേവിയെ പിടിച്ചിട്ട് അങ്ങനെ ഒരു മുക്ക് പണ്ടമാണ് ഇതാ ഇരിക്കുന്ന ദേവി എന്ന് പറയണതിന് മുമ്പേ ദേവിയുടെ മടിയിലേക്ക് അങ്ങ് വീണുപോയി കേട്ടോ ബോധം. അപ്പോൾ എല്ലാവരും കൊണ്ട് ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ വിചാരം ദേവിയുടെ മടിയിൽ ചെന്ന് കിടക്കാനുള്ള അടവായിരുന്നു എന്ന്. ദേവിക്കും ഒരു ചമ്മലൊക്കെ തോന്നുന്നുണ്ട്. ഇതെല്ലാം കണ്ടും കൊണ്ട് നമ്മുടെ ഗോമതി അവിടെ നിൽക്കുകയാണ്. ഗോമതി നോക്കുമ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. ഗോമതിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. എന്നിട്ട് ചെന്ന ഭഗവാൻ ഇടയ്ക്ക് ധർമ്മം പറയുന്നുണ്ട്, എടാ നീയൊക്കെ ഇങ്ങനെ എൻ്റെ കല്യാണം നാളെ ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഭാര്യയെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്. നീയൊക്കെ നിൻ്റെയൊക്കെ ഭാര്യമാരെ സ്നേഹിക്കുന്നതിനേക്കാളും നന്നായിട്ട് ഞാൻ സ്നേഹിക്കും. എന്നിട്ട് നിൻ്റെയൊക്കെ മുമ്പിൽ കൂടെ ഇവിടെ ആടി പാടി തുള്ളി ഞങ്ങൾ തടക്കും, നീ നോക്കിക്കോ എന്നൊക്കെ ധർമ്മൻ അങ്ങനെ സ്വപ്നം കാണുക കേട്ടോ ഇരുന്നും കൊണ്ട്. അതെല്ലാം പക്ഷേ ഒരു കുഴപ്പമുണ്ട്, കല്യാണം നടക്കണം, എന്നാലേ ഇതൊക്കെ ശരിയാവും. ധർമ്മൻ ഇപ്പോഴും അത്ര വിശ്വാസം പോരാട്ടോ കല്യാണം നടക്കോ ഇല്ലെന്നുള്ളത്. ഇതെല്ലാം കേട്ടും കൊണ്ട് ഗോമതി വിചാരിക്കണം, എൻ്റെ മക്കളൊക്കെ എത്ര സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞ് രാവിലെ കുളിച്ചൊരുങ്ങി ഭഗവാന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ധർമ്മൻ്റെ വിവാഹത്തിലൊരു മുടക്കവും വരുത്തരുത്. എത്ര കാലം കൊണ്ട് കണ്ണാ നിന്നെ ഞാൻ വിളിക്കുന്നു, അവനൊരു നല്ല വിവാഹ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ, ഇനിയെങ്കിലും നിനക്കൊന്ന് കണ്ണ് തുറന്നുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് ചെന്ന് ഒരുപാട് സങ്കടപ്പെട്ട് രാവിലെ പറയുന്നതൊക്കെ തന്നെയാണ് കേട്ടോ. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്